ആദ്യം ചെയ്തത് എന്നോട് പറഞ്ഞത് ഒരു വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. ഈ വിശ്വാസ പരിശീലനത്തെ ഇവിടെ അത് പണിതു. അതെ, അച്ഛൻ അത്ര കണ്ട് ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാതിരുന്നിട്ടില്ല ഒരു കൊല്ലവും ഒരു പള്ളിയിലും. എല്ലാം ഞാൻ കാറ്റഗിസം പഠിപ്പിക്കും. വികാരിയച്ഛനായിരുന്നു. എല്ലാം ഇത്രയും വല്ലൂര് പള്ളി അല്ലെങ്കിൽ പറപ്പൂര് പള്ളി എല്ലാ പള്ളിയിലും ഞാൻ അതിന് ടൈം കണ്ടെത്തും. ഫുൾ ടൈമറായിട്ട് ക്ലാസ് മുടക്കാറില്ല ഒരിക്കലും. ഇതെന്താണേലും പ്രേക്ഷകരെ, ഇത് നമുക്ക് പുതിയൊരു അനുഭവമാണ്. കാരണം ഞാനും ഒരു കാറ്റഗിസം ടീച്ചറാണ്. പക്ഷേ അവിടെ വരുന്ന വികാരിയച്ഛന്മാരോ അല്ലെങ്കിൽ കൊച്ചച്ഛന്മാരോ ഡയറക്ടേഴ്സായിട്ടുണ്ട്. അവർ കൊച്ചച്ഛന്മാർ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഗൈഡ് ചെയ്യും. പക്ഷേ അവർ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് കണ്ടിട്ടില്ല. അസംബ്ലിക്ക് വരുമ്പോൾ ആദ്യത്തെ ടീച്ചർ ഞാനായിരുന്നു. അസംബ്ലിയിൽ ആദ്യത്തെ ടീച്ചർ ഞാനായിരുന്നു. ആദ്യത്തെ ടീച്ചർ എന്ന് മാത്രമല്ല, ഇരുന്ന പള്ളിയിലെല്ലാം അപ്പൊ എല്ലാവരും ടൈമിൽ എത്തി. അച്ഛനോട് പിന്നെ ആരും എത്തും. അച്ഛനിൽ അവർ തോന്നുമ്പോഴല്ലേ വരാം, ഇഷ്ടംപോലെയല്ലേ വരെ. അച്ഛനുണ്ട്. അച്ഛൻ ആദ്യം എത്തുമ്പോൾ അവരെല്ലാവരും ഒപ്പം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ഒരു പാസ്റ്റർ സർവീസിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അച്ഛൻ തന്നെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത്. ഞാനിങ്ങനെ ഇതിലെ കണ്ട ഒരു പ്രത്യേകത, ഞാൻ ഈ ആളുകളെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഫാമിലി മാസം അങ്ങനെ തന്നെ വലിയ നോട്ട്സ് ബോർഡിൽ എഴുതി വെക്കാൻ പറയും. എൻ്റെ ഫാമിലി മാസം ജനുവരി 8-ാം തീയതി, ഡിസംബർ 8-ാം തീയതി, അങ്ങനെ. അപ്പോൾ അത് ഇടവരെ എല്ലാവർക്കും അറിയാം ഇന്ന് ഇവരുടെ ഫാമിലി മാസമാണ്. ഈ ഫാമിലി മാസത്തിന് വരുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോൾ സാറിൻ്റെ വീട്ടിലെ അപ്പനമ്മയും ചേട്ടനഞ്ചന്മാര് പെങ്ങന്മാര് കല്യാണം കഴിഞ്ഞ അവരെ വരെ ഗ്രൂപ്പ് വന്നിട്ട് ഒരു ശക്തമായിട്ടുള്ളൊരു ഫാമിലി ഗാദറിംഗ് ആയിട്ട് വരാറ് അവര്. അപ്പൊ അതിൽ വന്ന ആൾക്കാരൊക്കെ വായിക്കാൻ അവസരമുണ്ട്. ഇവരെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്ന ആളുടെ ഫാമിലി മാസമാണ്, അവർക്ക് അറിയാമല്ലോ. അവരെ പരിചയപ്പെടുത്തി 2 വാക്ക് സ്വാഗതം പറഞ്ഞ് അവരെ കൊണ്ട് തിരിതെളിപ്പിക്കും. തിരിതെളിച്ച് അവർക്ക് അന്ന് വായിക്കാനുള്ള അവസരം കൊടുക്കും. വായിക്കാൻ അവസരം കൊടുക്കും. ഓഫർ ഫസ്റ്റ് അവർക്ക് ഇഷ്ടം ചെയ്യാം. അങ്ങനെ അവർ ചെയ്യും. അവരെല്ലാവരും ചെയ്യും, ചെയ്യാതിരിക്കില്ല. അപ്പൊ ഈ ഇതിലൂടെ ചെയ്യാൻ പറ്റിയ ഈ എൻ്റെ ഈ കുർബാനയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഈ കുർബാനയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടേ. പാഠം എങ്ങനെ വെച്ചാല് കുർബാനയും കുർബാന അനന്തര കുർബാനയും. അതായത് കുർബാന നമ്മളും കാപ്പിടിച്ച് മുറിയിലിരിക്കല്ല. കുർബാന അനന്തര കുർബാന പറഞ്ഞാൽ പിന്നെ ആളുടെ കാര്യം എന്താണ് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അതാണ് കുർബാന അനന്തര കുർബാന എന്ന് പറയും. കുർബാന അനന്തര കുർബാന. അത് അന്നത്തെ പകല് മുഴുവൻ ജോലി സമയം കൊണ്ട് കുർബാന നമുക്ക് ആളുകൾ കുർബാന നമ്മുടെ വീട് സന്ദർശിക്കുന്നു, അവർക്ക് വൈദ്യസഹായം കൊടുക്കുന്നു, സ്കൂൾ പഠിപ്പിക്കുന്നു, അല്ലെ രോഗികളെ ശുശ്രൂഷിക്കുന്നു, വീട് കൊണ്ടുവരൊക്കെ കുർബാന അനന്തര കുർബാന. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചേ ഈ കുർബാനാനന്തര കുർബാനയെ കൂടെ ചെയ്യാവുന്ന കാര്യം എന്തൊക്കെയാണ്. ഈ എൻ്റെ 4 പില്ലറുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഫാമിലി മാസം അതുപോലെ തന്നെ കുടുംബങ്ങളെ കാര്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞാൻ ആലോചിക്കും. അപ്പം അങ്ങനെയാണ് കുടുംബങ്ങളെ ആദ്യം അൾത്താരിൽ സമർപ്പിക്കുക. അതിൻ്റെ ആഗ്രഹം അതായിരുന്നു. അങ്ങനെയാണ് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഫാമിലി മാസത്തിൻ്റെ ഐഡിയ 2005 പട്ടിക്കാടാണ് തുടങ്ങിയത്. അത് പുറവാന പള്ളിയാണ്. അപ്പൊ എനിക്ക് സന്തോഷം. അവരെ അങ്ങനെ ഒന്ന് ആദ്യം ട്രൈ ചെയ്തപ്പോൾ വലിയ എഫക്റ്റ് ആയിരുന്നു. അവിടെ പിന്നെ എല്ലാ പള്ളിയിലും വിടാ കൊണ്ടാണ്. അപ്പൊ ഈ ഫാമിലി മാസത്തിന് ചെയ്ത കാര്യം ഇതാണ്. എൻ്റെ എല്ലാവരും റെക്കോർഡ് ചെയ്തിട്ട് ഇവരെ എല്ലാവരും 460 വീടുണ്ടെന്ന് അവിടെ. അവരൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് അത് ആൽഫബറ്റിക്കലായിട്ടാണ് വെച്ചത്. ഈ ജനുവരി 1 തൊട്ട് ഡിസംബർ 31 ഞായറാഴ്ച ഒഴികെ, ഞായറാഴ്ചയും ക്രിസ്മസ് ഈസ്റ്റർ ഒഴികെ എല്ലാ ദിവസവും. അപ്പൊ ആ ടൈം ടേബിൾ അനുസരിച്ച് അവർക്ക് അച്ചടിച്ച് കൊടുക്കുകയാണ് ഈ ഡിസംബർ 31 മുമ്പ്. അടുത്ത ജനുവരി 31 ഡിസംബർ 31 വരെയുള്ള ടൈം ടേബിൾ വെച്ച് അവരത് വലിയ ഉത്സാഹമായിട്ട് ചെയ്തെന്ന് മാത്രമല്ല, അവരാണ് ഈ ഫുൾ ഫാമിലിയെ കൊണ്ടുവന്ന് തുടങ്ങിയത്. അന്നാണ് ഞാൻ പറഞ്ഞ ഒരു കേസ്. അതായത് 20 വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ആൾക്ക് കുമ്പസാരിച്ചു. ഫാമിലി മാസം അപ്പൊ ഒരു നിർബന്ധമുള്ളത് കുർബാനയ്ക്കും എല്ലാവരും കുമ്പസാരിച്ച് കുർബാനസ്ഥിതിക്ക് ഒരുങ്ങണമെന്ന് പറഞ്ഞു. ഈ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ചെയ്യാത്ത കൊള്ളയാകുമ്പോൾ ഒന്നുമില്ല, ഉറക്കെ കുമ്പസാരിക്കുന്നത്, അത് ടൗണിൽ കേൾക്കാം. ഞാൻ കുമ്പസാരം മേല അതെല്ലാവരും കേൾക്കട്ടെ, ഞാൻ അത്ര വലിയ പാപിയാന്ന്. ഞാൻ കുമ്പസാരം കരഞ്ഞ് കണ്ണീര് ശരിക്കും തളം കെട്ടിയത് അത്രയും കരഞ്ഞു. ആ കുമ്പസാരം കൊണ്ടുണ്ടായ ഗുണം എന്ന് വെച്ചാൽ അയാള് പിന്നെ കള്ളു കുടിച്ചിട്ടില്ല, പിന്നെ അയാള് പള്ളിയിൽ നിന്ന് പോവില്ല. അങ്ങനെ മാനസാന്തരം, ശരിക്കും മാനസാന്തരം. മകളൊക്കെ ഈ അപ്പന്റെ തെറി കേട്ടിട്ട് നാടുവിട്ട് പോയി. പക്ഷെ ആ മകളെ തിരിച്ചു വിളിച്ചപ്പെട്ട് കൊണ്ടുവന്നു കല്യാണം കഴിച്ചു. അന്ന് കള്ളുടി നിർത്തിയ മനുഷ്യൻ ഇന്ന് ഇങ്ങനെ വൈകുന്നേരം എങ്ങനെയാ വെച്ചാൽ അതുവരെ പറയാൻ വെച്ചാലേ കനാല് മുമ്പിൽ കൂടെ പോണ്ട്. അപ്പൊ ഈ അപ്പനും മോനും കൂടെ പണിക്ക് പോവാ, കിട്ടിയ കശ കുടിച്ചിട്ട് വരാം. അവരെ ഇറച്ചി മീൻ തന്നിട്ട് വരാം. ഇവിടെ വരുമ്പോ ഇവർക്ക് ചേച്ചി ഈ കൂലിപ്പണിക്ക് കൊട്ടിക്കണേ അത്ര വലിയ കാര്യം. അപ്പൊ കാനരിക്കും ഈ ചേച്ചി പാത്രമൊക്കെ അവിടെ പോയിട്ട് പിടിച്ചു കൊണ്ടുവരും.
അങ്ങനെയാണ് മനുഷ്യന് ഈ കുമ്പസാരം കഴിഞ്ഞ് ഫാമിലി മാസം കഴിഞ്ഞിട്ട് അവിടെ അതുപോലെ എല്ലാവരും എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു വലിയ ഇഫക്റ്റ് ചലനുണ്ടാക്കി. അവരൊന്നിച്ച് നിൽക്കുക, പ്രാർത്ഥിക്കുക, അവർ മക്കളും മരുമക്കളും കുടുംബങ്ങളും വടക്ക് മക്കളൊക്കെ തീർത്ത് ഒരു മോഡൽ പാരിഷാക്കി മാറ്റാൻ പറ്റി ഫാമിലി. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ പള്ളിയും തുടർന്നു അത് ഫാമിലി മാസം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പള്ളി അങ്ങനെ മാറി 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 പോയി. കോൺസെപ്റ്റും കൂടെ ഒന്ന് പറയാമോ അച്ഛൻ? ഒരു പില്ലേഴ്സ്. അങ്ങനെ ഇതിൽ വരുമ്പോൾ എനിക്ക് 4 പില്ലേഴ്സ് ഞാൻ ഒരു സ്ഥാപനം നിൽക്കണമെങ്കിൽ ആദ്യത്തെ പില്ലറ് ഇവരെ എല്ലാവരും ഒന്നിച്ച് കൂട്ടാനുള്ള ഒരു വഴിയാണ്. അതായത് കുരിശിന്റെ വഴി. നോമ്പ് പിടിച്ചാൽ ആദ്യം തന്നെ കുരിശിൻ നോമ്പുകാരല്ലേ, അപ്പൊ കുരിശിന്റെ വഴിയിൽ ഇവരെ ഒരു വീട്ടിൽ തുടങ്ങും. അത് 14 ആ വീടിന്റെ യൂണിറ്റിന്റെ വലിപ്പമനുസരിച്ച് ഈ പള്ളിയുടെ വലിപ്പമനുസരിച്ച് ആ ഡേറ്റ് എണ്ണം തീരുമാനിക്കും. 1, 2 ചിലപ്പോൾ കുരിശിന് നടത്തേണ്ടി വരും. അപ്പൊ ഇതിലെല്ലാവരും വരുമ്പോ ഒരു വീട്ടിലും പോകാത്ത ആരും ഉണ്ടാവില്ല ആ യൂണിറ്റില്. അവരാരും കേട്ടിട്ടുണ്ടാവുന്നതാണ്, ഒരു വീട് കണ്ടുവരുന്നല്ലോ. എല്ലാവരും ആ വീടൊക്കെ കാണൂട്ടാ. അത് രോഗികളെ കാണും, കുട്ടികളെ കാണാൻ. ഇത് ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും അവരെല്ലാവരും ഞങ്ങൾ എന്നെ വീട്ടിൽ പോയിട്ടോ എന്നെ വീട് പിന്നെ കണ്ടിട്ടോ. അത് വലിയ ഒരു സ്ട്രെങ്തനിങ് എംപവറിങ് ആയി. അത് കണ്ട് ഇതേ വീടുകളിൽ ഞാൻ നോയമ്പ് വീട് കഴിഞ്ഞ ഉടനെ ഒരു 5-8 ദിവസം കൊണ്ട് എല്ലായിടത്തും വീണ്ടും എത്തും ഈ നോമ്പുകാലം പരിത്യാഗം എടുക്കാനായിട്ട്. അതെന്തിനാന്ന് വെച്ചാല് ഈ ഇടവിൽ കണ്ട വിഷയങ്ങളല്ലോ പോകുമ്പോ കുരിശിന്റെ വഴി പോകുമ്പോ ഈർക്കിൽ കൊണ്ട് മേഞ്ഞ വീടുകൾ എന്ന് വെച്ചാൽ വെറുതെ ടാർപ്പായിട്ടിരിക്കുക, ഈ വെറും ടാർപ്പാണ്. അങ്ങനെ വീടുകളൊക്കെ പണിയാൻ അവസ്ഥയാക്കി എല്ലാവർക്കും 5000 രൂപ യൂണിറ്റിന് കൊടുക്കും. ഒരു 5000 രൂപ യൂണിറ്റിന് കൊടുക്കും. ആ വീട്ടിൽ എത്ര വീടുണ്ടോ അങ്ങനെ അത് ഒക്കെ 5000 രൂപ കൊടുക്കും. അവരെ കൊണ്ട് പണിയിപ്പിക്കും വീട്. മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ആ വീട് നന്നാക്കി കൊടുക്കും. അങ്ങനെ ഒരു നോയമ്പ് കാലം കഴിയുമ്പോൾ ഒരു 10-20 ബെഡുകളുടെ പള്ളിയിൽ ഒരിടവകയിൽ വരും, പുതിയത് റിപ്പയർ ചെയ്ത് വരും. അരിപ്പൂര് പള്ളിയിലൊക്കെ 2-3 വീട് പണിത യൂണിറ്റുകളുണ്ട്. ഈ 5000 രൂപ മേടിച്ചിട്ട് അവരെന്താ വെച്ചാൽ ബാക്കി എല്ലാവരും കൂട്ടിയിട്ടാണ് ആൾക്കാർ കട്ടള കൊടുക്കണം, ജനല കൊടുക്കണം, ഓട് കൊടുക്കണം. എല്ലാവരും സുന്ദരമായിട്ട് സാധിക്കും. അപ്പൊ അവരെ കൂട്ടായ്മ സ്ട്രെങ്ത് ആ കുരിശിന്റെ വഴി ഈ പരിത്യാഗം. 3ാമത്തെ എൻ്റെ തിരുഹൃദയ പ്രതിഷ്ഠ എന്ന് വെച്ചൊരു വലിയ ഉത്സവമാണ്. എല്ലാവരും ആ കോട്ടയിൽ കൊണ്ട് കെട്ടും ഞാൻ. 30 ദിവസം കൊണ്ട് എല്ലാ വീട് സ്വന്തം പ്രതിഷ്ഠ നടത്തി അവരെ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകം ഇവരെ പ്രതിഷ്ഠ തുടങ്ങുന്ന ഞാൻ പടം വരച്ചിട്ട് അതിൽ എല്ലാ വീട്ടിൽ പേരെഴുതി വെക്കാൻ പറയും. വലിയ പടം വരച്ച് അവരുടെ യൂണിറ്റിന്റെ പ്രത്യേക കളർ വെക്കാൻ പറയും. നിങ്ങളുടെ യൂണിറ്റ് അറിയാം. അപ്പം ഒരു VIP നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റാണ്. ഇവരെല്ലാ വീടുകളും പഠിക്കും. അത് കണ്ട് 2ാമത്തെ വർഷം വരുമ്പോൾ ഈ തിരുഹൃദയ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ചില വാഗ്ദാനങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറയും. രോഗികളെ സന്ദർശിക്കുന്നത്, പൗരോഹിത്യ ശുശ്രൂഷ സഹായിക്കുന്നത്, പഠിപ്പിക്കുന്നത്, എല്ലാ 12 വാഗ്ദാനം മറികരിച്ച് അത് വിഷ്വലൈസ് ചെയ്യാൻ പറയും. എന്നുവെച്ചാൽ അത് അവരുടെ ചിത്രീകരണത്തിലൂടെ ചെയ്യാൻ പറയും. 3ാമത്തെ വർഷം പറയാ തിരുഹൃദയത്തിന്റെ സ്പർശനം നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. നിങ്ങളുടെ മേഖലകളിൽ പഠിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക്, വീട്ടിൽ പോകുന്നവർക്ക് എല്ലാം അതിനെ പടം കാണിച്ചെന്ന് തിരുഹൃദയത്തിന്റെ അതില് അവർ ശരിക്കും അങ്ങോട്ട് നിറഞ്ഞു എന്ന് പറയാതെ എല്ലാവർക്കും അത് കിട്ടിയപ്പോഴേ തിരുഹൃദയത്തിന്റെ അനുഗ്രഹം കിട്ടി അവർ വിശ്വസിക്കണം. എന്നെ അനുഗ്രഹിക്കും, എന്നെ ആ സ്പർശനം കൊണ്ട്, ആ തീനാളം കൊണ്ട്, സ്നേഹനാളം കൊണ്ട് പ്രതിഷ്ഠ പൂർത്തിയാണ്. അതിന്റെ 30ാം തീയതി എല്ലാവരും ഒന്നിച്ചിട്ട് സ്നേഹം വരുന്നുണ്ട്. പ്രതിഷ്ഠ കുർബാനയ്ക്കിടക്കുണ്ട്. അവരെല്ലാവരും കൊണ്ട് നമ്മളൊന്ന് കാശ് കൊടുത്ത് പഠിക്കും. എല്ലാവരും പലഹാരം അവർ കൊണ്ടുവരും. അത് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കും. വലിയ വിരുന്നായിട്ടാണ്. പിന്നെ ഒക്ടോബർ മാസം, അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായ ഒക്ടോബർ മാസം. അതിനെന്ന് വെച്ചാല് 7:30 കാലത്ത് കുർബാന കഴിഞ്ഞാൽ പള്ളിയിലേക്ക് വന്ന് തുടങ്ങും. ഒരു യൂണിറ്റിന് 2 പേര് വെച്ചാൽ അത് ടൈം ടേബിൾ കൊടുക്കും. അച്ചടിച്ച ഷീറ്റ് ഉണ്ടല്ലേ, അത് വൈകുന്നേരം 7:30 കൂടി ഉണ്ടാവും. എല്ലാ ദിവസവും യൂണിറ്റിൽ ഇതുപോലെ ജവാനിലെ റാലിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. പിന്നെ അവസാനത്തെ ദിവസം 31ാം തീയതി എല്ലാ യൂണിറ്റിനും ഗംഭീര പ്രൊസഷൻ വരും. അതിന്റെ പ്രത്യേകത അവർ കോസ്റ്റ്യൂംസ് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. അപ്പൊ ആ കോസ്റ്റ്യൂംസ് മത്സരിച്ചിട്ട് അവർ ആരും കാണിക്കില്ല, അറിയിക്കില്ല. ഇവിടെ വരുമ്പോഴേ അറിയുള്ളൂ ഇവരുടെ കോസ്റ്റ്യൂംസ്. അത് ക്രോസ് ബെൽറ്റ്, കിരീടം, പിന്നെ എന്തൊക്കെ വചനം എഴുതി വെച്ച്, പിന്നെ യൂണിഫോം ഒക്കെ. അത് ഒരു സ്വർഗത്തിന്റെ അനുഭവം. ഞാൻ റോസറി സ്ക്വയർ അത് പറഞ്ഞ് അലങ്കരിക്കും. ഞാൻ വചനമൊക്കെ എഴുതി വെച്ച് ഇവരുടെ സമ്മാനമൊക്കെ കൊണ്ടുവച്ച് അലങ്കരിച്ച് ഈ എല്ലാവരും നടന്നു നിൽക്കുമ്പോൾ നമുക്ക് വത്തിക്കാനിൽ ഒരു സമ്മേളനം നടക്കുന്നൊന്നുമില്ല. ഇത്രയും ഭംഗിയാണ്, ഇത്ര ഭംഗിയായിട്ടുള്ള റോസറി സ്ക്വയർ ആണ്. അത് അവരൊരിക്കലും മറക്കും. ഞാൻ എവിടെ പോയാലും അവർ വച്ചാ ഞങ്ങളത് മുടക്കില്ല, ഞങ്ങൾ മുടക്കില്ല അച്ഛാ, റോസറി സ്ക്വയറിൽ ഞങ്ങൾ ഒരിക്കലും മുടക്കില്ല. എല്ലാ പള്ളിക്കാരും പറയും. ആ തടിപ്പ് നടത്തറപ്പണി എത്ര വർഷം പോന്നിട്ട് ഇന്ന് അവർ അതിനേക്കാൾ വാശിയിൽ നടത്തും.
ഹോസ്പിറ്റൽ സ്ക്വയർ. അപ്പോൾ അവിടെ 24 യൂണിറ്റ് 24 യൂണിറ്റ് പ്രൊസഷൻ വരും. അവർ നോക്കും ആരുടെയും ആ കോസ്റ്റ്യൂസ്. അവർ അതിന് പ്രത്യേകത അവർ അത് ഒരുങ്ങാണ്, ഒരു മാസം ഒരുങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ സ്ക്വയർ. അപ്പോൾ ഈ പിള്ളേരെ നാളും കൊണ്ട് ഇവരെ എൻ്റെ കൂടെ ഉറപ്പിച്ച് അരക്കിട്ട് നിർത്തണം. പള്ളിയിൽ കുർബാനയ്ക്ക് ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങളൊക്കെ പറയാം. അതൊക്കെ അപ്പം തന്നെ തീരും. അഭിപ്രായങ്ങൾ യോഗത്തിലായാലും മീറ്റിങ്ങിലൊക്കെ പറയും, അത് ഇങ്ങനെയല്ല ഇങ്ങനെ നമുക്കെന്താണ് ചെയ്യാം, നമുക്കെന്താണ് ചെയ്യാന്ന് പറയുള്ളൂ. എൻ്റെ കാര്യം ചെയ്യാന്ന് പറയാം, നമുക്കെന്താണ് ചെയ്യാം. എല്ലാവരും കയ്യിലെടുത്ത് എല്ലാവരും കൊടുക്കും. പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ പറയാനുള്ള ഒരു സമയമാണ്. ഒരു വികാരിയച്ഛൻ ഒരു ആത്മീയ നൂലിൽ തങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ അംഗങ്ങളെയും കോർത്തിണക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ആത്മീയ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇത് മറ്റൊരിടത്തും ഒന്നും കോപ്പിയടിച്ചതല്ല, ഒരു മാതൃകയുമില്ല. മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ 4 തൂണുകളിൽ ഈ കുടുംബങ്ങളെ മുഴുവനും അൾത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാനായിട്ട്, അല്ലേ? ഇത് റോസറിയിലൂടെ, ത്രിഹൃദയ പ്രതിഷ്ഠയിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെ, പരിഹാര പ്രവർത്തനങ്ങളിലൂടെ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അച്ഛാ, വളരെ സന്തോഷം തോന്നുന്നു. പുതുമയാർന്ന കുറേ അധികം ആശയങ്ങൾ, ഫാമിലി മാസ്, ബർത്ത്ഡേ മാസ്, റോസറി സ്ക്വയർ, എങ്ങനെയാണ് ഇത്തരം ആശയങ്ങൾ, ഇത്തരം ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ അച്ഛനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക? ഓരോ പള്ളിയിലും ഓരോ അവസ്ഥകളായിരിക്കും, വ്യത്യാസം തന്നെ എല്ലാവരും. അവിടെ ചെന്ന് പഠിക്കും, ഒരു കൊല്ലം കൊണ്ട് പഠിക്കുമല്ലോ ഇവരൊക്കെ. ആ പഠിക്കുമ്പോൾ അവരുടെ കുറവുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മൾ കണ്ടുപഠിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ കുരിശിൻ്റെ വഴിക്ക് പോകുമ്പോൾ ഒരു വീട് വെറുതെ ഈർക്കിളി മേഞ്ഞൊരു വീട് കാണുകയാണ്. അപ്പോൾ അതിനകത്തൊരു അമ്മച്ചി മാത്രമുള്ള, മകൻ മരിച്ചു, ഭർത്താവ് മരിച്ചു. ഇതാണിങ്ങനെ ഇല്ലെങ്കിൽ ഒരു 10-1 സ്ഥലമാണ് ആകെയുള്ള. ചെറിയ ഇങ്ങനെ കിടക്കണം അതിൻ്റെ അകത്തേക്ക്. കട്ടലിങ്ങൊന്നുമില്ല, കുടില. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളിത് കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു ഇടവക്കാരോട്. കുരിശിന് വന്ന ഈ വന്ന ആൾക്കടി നിങ്ങളാരും ഇത് കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ചോദിച്ചു. തൊട്ട കൈ പിടച്ചാ നിങ്ങൾ തൊഴിൽ ധൈര്യമില്ല ഞങ്ങൾക്ക്. ഞാൻ കുരിശിൻ്റെ കഴിഞ്ഞ് നോയമ്പ് കൂടി പരിത്യാഗം എടുത്ത് ഒഴിക്കാൻ ആദ്യത്തെ മീറ്റിങ്ങിൽ ചോദിച്ചേ, നിങ്ങൾ ആദ്യം മീറ്റിംഗ് പിന്നെ തുടങ്ങാൻ നമുക്ക്, നിങ്ങൾ ആദ്യം ആ വീടൊന്ന് കണ്ടിട്ട് വരാമോ? അപ്പം അച്ഛാ, ഇനി ഒന്നും നോക്കാൻ, ആ വീട് ആദ്യം പണിത് കൊടുക്കാം, വേറെ ഭാര്യ. അപ്പം ഞാൻ ഈ ഫണ്ടിൽ നിന്ന് 27,000 രൂപ, സാധാരണ 5,000 രൂപ കൊടുക്കാം, 27,000 രൂപ കൊടുക്കാൻ പാസ്സാക്കി ഞാൻ പണി തുടങ്ങിയപ്പോൾ അത് കുറച്ച് കല്ലുണ്ട് അതിൻ്റെ അടിയിൽ, ചുമരൊക്കെ വീണുപോയി. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ആലോചിച്ചാൽ ഉള്ള കാശിൻ്റെ പണി വെച്ചാന്നോ, കുറച്ച് കാശ് പള്ളിയും തരാമെന്നോ, ഒന്നാവില്ല. അപ്പോൾ 4 തെങ്ങ് വാങ്ങിച്ചിട്ട് തൂണ് കെട്ടി ഷീറ്റിലതൊക്കെ വിചാരിച്ച. അപ്പോൾ ഒരു എഞ്ചിനീയർ ദേവസ്വേട്ടൻ്റെ അവിടെ ആളിത് കേട്ടു പറഞ്ഞേ, അച്ഛൻ അവിടേക്ക് പോകണം, ഞാൻ വീട് നോക്കാൻ പോകും, എന്താ ഉള്ളതെന്ന് നോക്കാൻ പോകും. ഞാനും വരാമെന്ന് അവിടെ ചെന്നിട്ട് പുള്ളി പറഞ്ഞു, അച്ഛൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? നമ്മളും 4 തൂണ് കെട്ടി. ഏയ്, തറ കെട്ടാതെ വീട് പണിയാൻ പാടില്ലെന്നോ. തറ കെട്ടാ കല്യാണിച്ചേരാ അച്ഛൻ, തറ കെട്ടിയാൽ മതിയില്ലേ? കെട്ടാതാണ്, തറ കെട്ടി. തറയിട്ട് വീണ്ടും ചോദിച്ചു, അച്ഛൻ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു. നമ്മൾ ഈ തൂണുമ്പോ പെര വയ്ക്കാൻ പാടില്ല, ചുമര് വെക്കണം എന്ന് പറഞ്ഞു. എവിടുന്ന്? ഓളെ പ്രസ് ചെയ്യാൻ തരാം, അച്ഛൻ പണയിപ്പിച്ചോ. ആളെന്നെ ആളെ പടുത്ത് മരിച്ചോളെ പോയിരുന്നോട്ടാ. അങ്ങനെ അത് കണ്ട് പുള്ളി ചോദിച്ചേ, ഇനി എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു. അവന് ഇനി എല്ലാ ഷീറ്റുകൾ അന്തസ്സായിട്ട് മേങ്ങണം അച്ഛാ, നല്ല മരം ഒക്കെ മേടിച്ച് ഷീല. വീട് പണി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി ഒരു മാസം ഒരു അകന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി പണിയുണ്ടേ. തലയാഴ്ച പള്ളിയിൽ പറഞ്ഞേ, അവിടെ മേരിച്ചേച്ചിൽ പടമാട്ടും മേരി എന്ന് പറയാം, പടമാട്ടുമൽ മേരിച്ചേച്ചിൽ വീട് പണി കഴിഞ്ഞു. വീട്ടിൽ ഒന്നുമില്ല, കിടക്കാൻ കട്ടിലില്ല, മേശ വേണമെന്നില്ല, എന്നാലും എന്തെങ്കിലും വെക്കാൻ രൂപയൊക്കെ ഒന്നുമില്ല, ഫർണിച്ചർ ഒന്നുമില്ല, പാത്രങ്ങളില്ല, ആകെ ഒരു ചട്ടിക്കലം മാത്രമുള്ള. എൻ്റെ സാറേ, ഈ മനുഷ്യരെ എല്ലാവരും ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു, കട്ടിലെ കിടക്കുക, ഫാൻ അടക്കള എല്ലാ സാധനവും കൊണ്ടുവന്നു. വെഞ്ചിരിപ്പൻ ദേവസ്വമായിട്ട് 100 ലഡു പറഞ്ഞു. ഗംഭീരമായിട്ട് അന്നത്തെ ഹൗസ് വാമിങ് നടത്തി. സന്തോഷം. അതുപോലെ തന്നെ ഒരു വീടും വേറെ പണിയാൻ പറ്റി ഇതേ കണ്ടീഷനിൽ. അപ്പോൾ ഈ ആളുകളോട് ചോദിക്കുകയാണ് എന്താ വേണ്ടതെന്ന്. അവർ പറയും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട്, അവരൊക്കെ തരും, നമുക്കൊന്നും അറിയണ്ട, അവർ തന്നെ കൊണ്ടുതരും. അവർക്ക് തരാൻ മടിയില്ല, ജെന്യുവൻ കോസൻ്റെയാണ്. അപ്പം അങ്ങനെ ഒരു അപ്പം ഈ നടക്കുന്ന ഇതൊക്കെ കണ്ട് പഠിക്കും, ചോദിക്കും, ഡിസ്കസ് ചെയ്യും, എല്ലാ മീറ്റിങ്ങിലും ചർച്ച ചെയ്യും. ഒന്നും സ്വന്തം ഇഷ്ടം ചെയ്യില്ല. ചോദിക്കുമ്പോൾ അവർ ചെയ്യച്ചാ ധൈര്യം അടിച്ചാൽ ഞങ്ങളെ കൂടി എന്ന് പറയും. അങ്ങനെ എല്ലാ കാര്യം ചെയ്താണ്.
പള്ളിയിലെ കമ്മിറ്റി മീറ്റിങ്ങുകളെല്ലാം എല്ലാം റെഗുലറായിട്ടാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ചർച്ചകളാണ്. എല്ലാം റെഗുലർ മീറ്റിംഗാണ്. ഒന്നിനും ഒക്കെ ടൈം ടേബിൾ ഉണ്ട്. ഞാൻ ഈ ഏജൻസിയിൽ വർക്ക് ചെയ്തപ്പോൾ ടൈം ടേബിളിൽ വളരെ സ്ട്രിക്റ്റ്. അത് കാരണം എല്ലായിടത്തും ടൈം ടേബിൾ, ഒന്നാമത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ച, എല്ലാവർക്കും ടൈം ടേബിൾ. അതൊരു മാറ്റം വരാം. ഈ കാറ്റീസ് ഉണ്ടെങ്കിലും പോലും ഒന്നും മുടക്കില്ല. അതിലെല്ലാം ചർച്ച ചെയ്യണോ, നമ്മുടെ ഇഷ്ടം ചെയ്യില്ല. അച്ഛൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം, നീതി, അതുപോലെ തന്നെ ദൈവസ്നേഹം. അപ്പം നമുക്കറിയാം, ഇങ്ങനെ സത്യത്തിനും നീതിക്കും അതുപോലെ തന്നെ ദൈവസ്നേഹത്തിനുമായിട്ട് നിലകൊള്ളുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചാലഞ്ചസ്, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അച്ഛൻ്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം ചില അനുഭവങ്ങൾ. ഞാൻ 82 ഒരു പള്ളിയിൽ ചെന്നപ്പോഴേ, അന്ന് ഞാൻ ചെറുപ്പമാണ്, ഒരു 11 വർഷമൊക്കെ ആയിട്ടുള്ള പട്ടം കിട്ടിയിട്ട്, അത്രയും ചെറുപ്പമാണ്. ഞാൻ എല്ലാ കഷ്ടമായിട്ട് ചെയ്യുന്ന ആളാണ്. ഒരാൾക്ക് പ്രത്യേക ഒരു താല്പര്യക്കുറവില്ല, എല്ലാവരോടും ഒരേ പാർഷ്യാലിറ്റിയില്ല. അപ്പോൾ അവിടെ ഒരു കുറിക്കമ്പനി പോലെ പള്ളിയിലൊരു വെൽഫെയർ സൊസൈറ്റി ഉണ്ട് പള്ളിയുടെ. 12 ഡയറക്ടർമാർ, അച്ഛനടക്കം. അതിൽ വലിയ ഡയറക്ടറുണ്ട്. അയാൾ അങ്ങേരിക്കാണെങ്കിൽ വലിയ പണക്കാരനാണ്. ഒന്ന് അവിടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി. ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവര് ജാമ്യം നിൽക്കുന്ന കേസുണ്ടല്ലോ, ജാമ്യം നിന്ന ആളുടെ കുറി വിളിച്ചാൽ കൊടുക്കില്ല, അവർക്ക് ആനുകൂല്യം കൊടുക്കില്ല. ഇങ്ങേരെ 2 കുറി ഉണ്ട്, ഇങ്ങേരിക്ക് കുറി കിട്ടി. അപ്പൊ കുറി കിട്ടിയപ്പോ കാശ് മേടിക്കാൻ ജോലിക്കാർ, ശമ്പളക്കാരെ വിടണം. അപ്പൊ ഓഫീസിൽ പറഞ്ഞ അച്ഛാ, അവര് ജാമ്യം നിന്നിട്ടുള്ള കാശ് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കണ്ടോ. അപ്പൊ ഇങ്ങേരെ അടുത്ത് മീറ്റിംഗ് കൊണ്ട് ഫയർ ചെയ്തു, എല്ലാവരും ഫയർ ചെയ്തു. നിങ്ങളൊക്കെ എന്തോ കളയാൻ, അച്ഛൻ നേരെ വന്ന നിങ്ങൾ എല്ലാവരും ഫയർ ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ എല്ലാവർക്കും ഒരു നിയമമാണ്, ഇവർക്ക് വേറെ നിയമമില്ല, ഈ നിയമം അനുസരിച്ച് ഇവിടെ നടക്കുള്ളൂന്ന്. പുള്ളി ഇറങ്ങിപ്പോയി. ഇനി ഞാൻ പള്ളിക്ക് 10 പൈസ കൊടുക്കില്ലാന്ന്. അങ്ങനെ പുള്ളി ഒരു കാര്യം ചെയ്യില്ല, അങ്ങനെ നിരോധിച്ചാൽ വിഷമിച്ചിരിക്കുക. ആകെ എല്ലാവരും ചെന്ന അടുക്ക് വന്നു, നിങ്ങൾ അച്ഛനെ നടത്തുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനൊരു അറ്റാക്ക് വന്നു. ഇങ്ങനെ അന്ന് ജില്ലാ കോപ്പറേറ്റീവ് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കേട്ടപ്പോൾ ഞാൻ ഉടനെ പോയി. അപ്പൊ ഞാൻ പോയപ്പോ ഡോക്ടർമാരോട് വിസിറ്റേഴ്സ് നോട്ടാൽ അവിടെ നിന്ന് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഒരു ബ്ലസ്സിങ് കൊടുക്കാനൊന്ന് കണ്ടോട്ടെ. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നോക്കി പുള്ളി കണ്ണടച്ചിട്ടാ. ഒന്നും വേണ്ടിയില്ല. ഞാൻ ജോസഫായിട്ട് സംസാരിക്കണ്ട, ഞാൻ സംസാരിക്കാം, എന്നോട് അത്ര ശത്രുത നിൽക്കണ നേരാ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് സുഖപ്പെട്ടാ, പേടിക്കണ്ട. ഇങ്ങനെ പെങ്ങളുടെ മകളെ ഒരു സിസ്റ്റർ അവിടെ നിൽക്കണ്ടായിരുന്നു. കണ്ടോടി, ഞാൻ എന്തോ എതിർത്തത് അച്ഛനെ. അച്ഛൻ്റെ വയ്യാന്നിട്ട് ഓടി വന്നില്ലേ. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും. അച്ഛന് അദ്ദേഹത്തോട് ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും, അച്ഛനിത് ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയുക, ഒരു അഭിഷേകമാണ് ഇത് ശരിക്കും. അല്ല, നമുക്ക് പ്രേക്ഷകരെ ഒരു 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 വൈദികന് ആ ഇടവകയിലെ വ്യക്തികളെ, പ്രത്യേകിച്ചും ഇങ്ങനെ മല്ലടിച്ച് നിൽക്കുന്ന വ്യക്തികളെ മാനസാന്തരപ്പെടുത്താനായിട്ട് ദൈവം നൽകുന്ന ചില അഭിഷേകത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ അച്ഛൻ്റെ ഏറിനണിയുന്ന കണ്ണുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. നമുക്ക് പശ്ചാത്തലത്തിൽ മഴ കനക്കുകയാണ്, ദൈവസ്നേഹം അല്ലേ, ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, മഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു സമയം കൂടിയാണ് അച്ഛാ. പരിപാടികളുടെ പേരിൽ എനിക്ക് എതിർപ്പുണ്ടായിട്ടില്ല. നടപ്പാക്കിയ പരിപാടികളൊന്നും വീഴ്ച വന്നിട്ടില്ല, ഒന്നും പിന്നൊക്കെ പോയിട്ടില്ല. വ്യക്തി താല്പര്യങ്ങളിൽ ഉള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടി അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ നോമിനേഷന്റെ പേരിലാണ് ഒരു പള്ളിയിലെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ടുള്ള നോംസ് അനുസരിച്ച് തീരുമാനമെടുത്ത് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിൽ അജിറ്റേറ്റഡ് ഒരു പാർട്ടി കേസിൽ അരവിന്ദിന്റെ കംപ്ലൈന്റ് കൊടുത്തു. പിന്നെ അവനെ സമരം ചെയ്യാൻ അവര് യൂത്ത് സമരം ചെയ്തു. ഞങ്ങളുടെ വേദപാഠം വരെ ബ്ലോക്ക് ചെയ്തവര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിതിന് വിട്ടുവീഴ്ചയ്ക്കില്ല, കാരണം എന്റെ തീരുമാനം ശരിയാണ്, നിങ്ങളെന്താ ചെയ്തോന്നു പറഞ്ഞു. അങ്ങനെ ഇത് കേസ് നീണ്ടു 2 വർഷം എടുത്തു തീരുമാനാവധി എടുക്കാം. അപ്പൊ അതിനിടയ്ക്ക് ഇവരെ എനിക്കെതിരെ നോട്ടീസ്, മാൾക്രോസ്റ്റ്, കട്ടൗട്ടർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയും എഴുതി. വടക്കേത്തരുടെ സുവിശേഷം വലിയ കട്ടൗട്ടറിലെ, നിനക്ക് ജോലി വേണോ, ലക്ഷങ്ങൾ കൊണ്ടുവരിക, ആ അധ്യായമാക്കിയൊക്കെ, അങ്ങനെ കുറെ. ഇപ്പൊ ആളുകൾ എനിക്ക് വിഷമമില്ല എന്ന് വെച്ചു കാണുമ്പോ. ഞാൻ 10 പൈസ ആരെയും വാങ്ങിച്ചിട്ടില്ല. 6 കൊല്ലം ഞാൻ ഈ ജോലി ചെയ്ത് ഈ പള്ളിയിൽ നിന്ന് തന്നെ 100 പേർക്ക് ട്രാൻസ്ഫറും പ്രൊമോഷനും അപ്പോയിന്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. അവര് പറയട്ടെ ഞാൻ കാശ് പിടിക്കുന്ന ആളാണ്, എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല, അത് സത്യം നാളെ പുറത്തു വരുമല്ലോ. അങ്ങനെ അവസാനം ബിഷപ്പ് വിളിച്ചു, കോൺഫറൻസിന് വിളിച്ചു, ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വേറെ ഒന്നും പറയാനില്ല, എന്റെ തീരുമാനം സത്യമായിട്ടുള്ള തീരുമാനമാണ്. അപ്പൊ പിതാവ് അംഗീകരിച്ച പ്രശ്നം കഴിഞ്ഞതാണ്.
അപ്പോൾ ഇതാ ചോദിച്ചു ഇവനെ എങ്ങനെ സോൾവ് ചെയ്തിട്ടാവില്ല, നോമിനേഷൻ കൊടുക്കണമെങ്കിൽ നോമിനേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ അഡ്വാൻസ് നോമിനേഷൻ ഇതാ ഓർഡർ ഇടണം. അപ്പോൾ ഇതാ വെച്ച് ഇട്ടാൽ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു. 24 മണിക്കൂർ എന്ന് പറഞ്ഞു. ഞാൻ ഈ ജോലി ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഇതാ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഉടനെ, ഇനി ഒന്നും പറയണ്ട, അച്ഛൻ പറഞ്ഞാൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഓർഡർ എഴുതാം. അപ്പോൾ ഒരാൾ എതിർത്തു, അത് പറ്റില്ല, പഴയ ഓർഡർ നിൽക്കണം, ഞാനിലിട്ട ഓർഡർ ഞാൻ ചെയ്ത ദിവസമാണ്. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടും വൈകിട്ട് 5 മണിക്കാണ് ഈ 4 എൻ്റെ നോമിനേഷൻ അംഗീകരിച്ചിട്ട്. പിറ്റേ ദിവസം 10 മണിക്ക് കാലത്ത് ഞാൻ ഈ ഓർഡർ അവിടെ കൊടുത്തു ആൾക്കുള്ളതാണ്. അപ്പോൾ ഇതാ പറഞ്ഞു ഇങ്ങനെയാണ് ആൺകുട്ടികൾ മിടുക്കന്മാർ ജോലി ചെയ്യാൻ അറിയാവുന്നവരിങ്ങനെ ചേർന്ന് 22 തയ്ച്ചില്ല, 12 മണിക്ക് കൊടുത്തു, 12 കൊടുത്തു. ഇങ്ങനെയാണ് കാര്യം ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഒക്കേഷൻ, ദൈവവിളി സംബന്ധിച്ചൊരു 2 വാക്ക് പറയാം. അതായത് എല്ലാ പള്ളികളിലും എനിക്ക് കുട്ടികളുടെ ഓൾട്ടർ ബോയ്സ് ഞാൻ സെമിനാരിൽ ചെന്ന് പള്ളി ചെന്ന് നോക്കും, ഇങ്ങനെ നല്ല തെളിയായിട്ടുള്ള കുട്ടികൾ പറയും, സെമിനാരിക്ക് വിടും, അവരെ വിടും. അങ്ങനെ 52 കുട്ടികളെ എൻ്റെ ഓൾട്ടർ ബോയ്സ് അച്ഛന്മാരുണ്ട്. സിസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. സിസ്റ്റേഴ്സിനെ എണ്ണം പറയില്ല, കാരണം നമ്മളിങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവണം അച്ഛൻ ചെയ്യുന്നതിൻ്റെ സ്പിരിറ്റ് എന്താണെന്നുള്ളതാണ് അവർ നോക്കി വെക്കുന്നത്. അപ്പോൾ അത് അവർ കണ്ടുവെച്ച് അവരുടെ ആ പ്രവൃത്തിയിൽ അവർ കാണിക്കും. അത് ഒരു നമ്മളെ എതിർക്കല്ല, പ്രോത്സാഹിപ്പിക്കും. എനിക്ക് മക്കളെ അങ്ങനെ വളരെ പറഞ്ഞയക്കാൻ പറയും, അങ്ങനെ എല്ലാ പള്ളിയിലും അത്. ഇപ്പോൾ ഈ കൊല്ലം ഒരാൾ പോയി അടുത്ത 2 ആളെ വിടും, അപ്പൊ അവർക്ക് എന്നാലും 3 ആളെ വിടും, അപ്പൊ അവര് നമുക്ക് അങ്ങനെ എല്ലാ പള്ളിയിലും പ്രോത്സാഹിപ്പിക്കും. ഓട്ടോവൈസ് ഇഷ്ടം പോലെ ഉണ്ട് അച്ഛന്മാരെ, അവരെയും പ്രോത്സാഹിപ്പിക്കില്ല, പഠിക്കാനും എല്ലാത്തിനും സഹായിക്കും, പ്രോത്സാഹിപ്പിക്കും. ഈ നോമ്പ് കാലത്തിന്റെ പരിത്യാഗത്തിൽ ഒരു സ്കോളർഷിപ്പ് പരിപാടിയില്ലേ, ഇതിനൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കും, പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് +2 കഴിഞ്ഞവർക്കൊക്കെ കൊടുക്കും. ITC അല്ലെങ്കിൽ BSc നഴ്സിംഗ് എന്നാ പഠിക്കുന്നവരൊക്കെ BA ഡിഗ്രി ഒക്കെ പഠിക്കും. അവർക്ക് ചെറിയ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കാരൊക്കെ. അപ്പൊ അവർക്ക് അത് വലിയ ഇഷ്ടമാണ്. നമ്മുടെ അച്ഛൻ നമ്മുടെ കൂടെ കാര്യം നോക്കണ്ടല്ലോ എന്ന്. അതെ അതൊരു വലിയൊരു അപ്രീസിയേഷനാണ് അവരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ശുശ്രൂഷയിൽ ആകൃഷ്ടരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞ് വന്ന് പിന്നീട് നമുക്ക് ഓർക്കുമ്പോൾ ഒരു സംതൃപ്തി തരുന്ന എന്തെങ്കിലും. തീർച്ചയായിട്ടും ഈ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസമാണ്, അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നടക്കുന്ന അവരുടെ പ്രാർത്ഥന ഉണ്ടാകും. ഒരുപാട് പേര്, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കുട്ടി ലക്ഷം വീട്ടിൽ താമസിക്കുന്ന കുട്ടിയാണ്, MA പാസ്സായിട്ടുണ്ട്. എന്നെ കേൾക്കുമ്പോൾ കല്യാണം വരികയാണ്, ട്യൂഷൻ എടുത്തിട്ടാണ് വീട്ടിൽ കഞ്ഞി കുടിക്കുന്നത്. ഞാനൊരു 5000 ഉറുപ്പ്യ കൊടുക്കുകയാണ്. അപ്പോൾ അവള് പറഞ്ഞേ 2500 ഉറുപ്പ്യ ഞാൻ അതുകൊണ്ട് മാല, അതിൻ്റെ അരപ്പം അവിടെ കൂട്ടിയിട്ട് പിന്നെ ഒരു നല്ല സാരി, 2 സൈഡിലുള്ള സാരി എടുക്കുന്നു. അപ്പൊ 2 തലയില്ലേ, അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെ എനിക്ക് ചാൻസ് കിട്ടി വളരെ ജോലി കൊടുത്തായിരുന്നു ഉറപ്പായിട്ടും. അപ്പം മിടുക്കായിട്ട് നല്ല രസമായിട്ട് അങ്ങനത്തെ പാവങ്ങളെ സഹായിച്ച ഒരിക്കലും അവരൊക്കെ ഇന്നും അച്ഛൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പ്ലേറ്റ് പിടിച്ചു. പിന്നെ വീട് പണിതന്നെ കണക്കില്ല, വീട് പണിതന്നെ കക്കൂസ് പണി തന്നെ കണക്കില്ല, അത്രയും പണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും. അവരുടെ കാര്യങ്ങൾ എന്താ അന്വേഷിച്ച് നടന്ന് ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, കുണ്ടോളപ്പിതാവിന്റെ കാലത്ത് ഞാനേ മാനിൽ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഓല കെട്ടാൻ, പെര കെട്ടാൻ ഓലയ്ക്ക് കാശ് വരും. അപ്പൊ ഞാൻ ഒരു കൊല്ലം കൊടുത്താൽ പിടിക്കുന്നു, അടുത്ത കൊല്ലം ഇവർ തന്നെ വരുന്നത്. അങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യുക. ഞാൻ പിതാവിന് വലിയ ഇഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞേക്കാം, പാവങ്ങളെ സഹായിക്കുന്നില്ല. ഞാൻ കുറെ എണ്ണം ഓല കെട്ടാൻ നടക്കണ്ട, എന്താ ചെയ്യാൻ, കൊടുക്കാൻ താല്പര്യമുണ്ട്, എന്താ ചെയ്യാൻ, അത് ചെയ്തോന്ന് പറയും. അപ്പൊ ഞാൻ കാശ് വേണ്ടേ. അപ്പൊ പുള്ളി പാസ്സായി ഉടനെ അടിക്കും. എത്ര വേണം, ഞാൻ 500 ഉറുപ്പ്യ വെച്ചിട്ടാ, 500 പെണ്ണ് എന്താ എഴുത്തുതരാന്ന്, എല്ലാം മുതലാളിമാർക്ക് എഴുത്തുതരും. കൊടുക്കുക, പലനെ കൊടുക്കുക, ഇവർക്ക് കൊടുക്കുക. 25 വീട് കൊടുക്കും. അപ്പൊ അവരൊന്നും മഴ. പിന്നെ അവരുടെ വീട് പണിതൊക്കെ പ്രത്യേകത ചെയ്ത് ഒരു തെങ്ങ് ദൈവം വെച്ചു കൊടുക്കും. ഇതൊക്കെ എന്റെ ഇഷ്ടം കൊണ്ട് പറയുന്ന കേട്ടാ. ആ തെങ്ങ് ദൈവം നോക്കി നിനക്ക് വീട്ടിലെ ആവശ്യം വിൽക്കാനുണ്ടാവുന്നുണ്ട്, പലർക്കും വിൽക്കാൻ ആളുകാരുണ്ട്. ആ 800 വളം ഒക്കെ അവരിട്ട് കൊടുക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കും. തെങ്ങ് ആന പോലെ വരും. അത് ഈ ഫാമിന്ന് യൂണിവേഴ്സിറ്റിന്ന് നല്ല വായിച്ചോളാം. അപ്പൊ അത് അവരെ എന്നെ നോക്കണ പോലെ കുറെ സന്തോഷമുള്ള കാര്യങ്ങള്. ജനങ്ങള് അച്ഛൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും പിന്നെ ഇപ്പോഴും വരും, എല്ലാവരും ബന്ധപ്പെടും, വിളിക്കുകയും ചെയ്യും. ഏത് പരീക്ഷക്കാരും വിളിച്ച് പറയും, ആ പരീക്ഷ നമ്പർ പറയും, പരീക്ഷ നമ്പർ വെച്ച ഇന്ന് പറയും, എന്ന് പറയും.
പഴയ ഇടവക്കാരൊക്കെ വിളിച്ച് പറയും പക്ഷേ മക്കളുടെ പരീക്ഷയാണ്, ഇന്ന പരീക്ഷയാണ്, ഇപ്പം നീറ്റ് പരീക്ഷ മറ്റേ പരീക്ഷ എല്ലാ പരീക്ഷ പറയും. എന്നുവെച്ചാൽ ഒരു പ്രാർത്ഥനാനുഭവം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ അതേപോലെ മാതാവിനോടുള്ളൊരു ഭക്തി രണ്ടും വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ആണല്ലേ. എത്ര ഇരുന്നാലും മതിയാവില്ല, എത്ര ഇരുന്നാലും മതിയാവില്ല. മാതാവിനോട് പ്രാർത്ഥിക്കാനും പാട്ട് പാടാൻ മാതാവിന്റെ എല്ലാ പാട്ടുകളും ഞാൻ പഠിക്കും, എല്ലാ പാട്ടും പാടിപ്പിക്കും. അമ്മേ എൻ്റെ അമ്മേ ഒന്ന് രസം പാടാറ് അങ്ങനെ പാടലൊക്കെ അത് ഞാൻ ത്രില്ലായിട്ട് പാടിപ്പിക്കും. അവരും പാടിക്കൊള്ളും. നമ്മൾ സംസാരമൊക്കെ പോയി പാട്ട് പാടിക്കാൻ അച്ഛൻ പാടണ്ട. പക്ഷേ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ എല്ലാ പള്ളികളിലും അച്ഛന് ഇഷ്ടമായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അവർ പാടുന്നതുമായിട്ടുള്ള അല്ലേ ഒരു അതിനെ കുറിച്ചൊന്നും പറയാതെ. അതായത് ജീവിതത്തിലെ ഒരു പ്രശ്നവും എവർലാസ്റ്റിംഗ് അല്ലാന്ന് അവരെ പഠിപ്പിക്കണം. നിങ്ങളിപ്പോ വീടില്ല, ജോലിയില്ല, അപ്പൊ പറയുന്ന ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. രോഗികളെ പറയുമ്പോൾ നിങ്ങൾ നേരം വിളിക്കുന്ന ഒരു രാവും പുലരാതിരുന്നില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. പഠിക്കണ്ട ഒക്കെ പ്രത്യാശയുടെ അല്ലേ. ഈ പാട്ട് തന്നെ ക്ലൈമിന്റെ ഒരു ഹിറ്റ് സോങ് ആയിട്ട് എല്ലാവരും പഠിപ്പിക്കുകയും ചെയ്യും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ബെന്നി സാറല്ലേ, ബെന്നി സാറിന് ഞാന് അവര് ഇങ്ങനെ അനൗൺസ് ചെയ്യല്ലോ സഹായം ചോദിച്ചിട്ടെ, ഞാൻ ആദ്യം ഒരു പൈസ അയച്ചു കൊടുത്തു. പുള്ളി എന്നോട് ഇനി അച്ഛൻ അയക്കണ്ട പൈസ, അച്ഛന് പ്രാർത്ഥിച്ചാ മതി, വല്ലവർക്കും സഹായം വേണമെങ്കിൽ പറഞ്ഞോളൂ അച്ഛന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് കുട്ടികൾക്ക് അച്ഛനെ എസ് വഴിക്ക് സഹായം അയച്ചു കൊടുത്തു. എനിക്ക് എഴുതി ഇങ്ങോട്ട്, അതായത് അച്ഛനും പൈസ അയച്ചതിന് ബുദ്ധിമുട്ട്, അച്ഛനും ഇഷ്ടംപോലെ അവിടെ ചെയ്യാറുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛൻ അവിടെ ചെയ്താൽ മതി. എനിക്ക് അപ്പൊ ഞാൻ ഒരു കൊല്ലത്തേക്കുള്ള പൈസ അയക്കാന്ന് പറഞ്ഞ ഓഫർ കൊടുത്ത് ടിക്ക് ചെയ്തിട്ട്, ഇനി അച്ഛൻ പൈസ അയക്കണ്ട അച്ഛൻ പ്രാർത്ഥിച്ചാൽ. അപ്പൊ അച്ഛന്റെ ബെന്നിസാന്റെ എല്ലാ പുസ്തകം നിധി അങ്ങനെ കുറെ ഇതില്ല നൊവേനകളുടെ ഒക്കെ ഇതാണ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ശാലുണ്ടി എനിക്ക് ഇഷ്ടമുള്ള വിഷയം എന്ന് പറയാം. അച്ഛൻ ബാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടോ? ഇടവകയിലെ ജോലിയാണ്, വലിയ ഓഫീസറല്ല, ഇടവകയിലെ. അപ്പൊ അവരുടെ വീട്ടില് പ്രശ്നങ്ങള് അവരുടെ കാര്യങ്ങൾ കണ്ട അതിന് പരിഹാരം ചെയ്ത് അവരെ കത്താലേക്ക് കൊണ്ടുവരിക, അതാണ് എൻ്റെ ആഗ്രഹം. ഇനിയും കിട്ടിയാൽ ചെയ്യണമെന്നുണ്ട്. അവരുടെ ഇടവക കിട്ടിയാൽ പോവും, അതിനെ വിളിച്ചാൽ പോവും, പറഞ്ഞാൽ പോവും, അങ്ങനെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വളരെ സ്നേഹത്തോടെ അതേപോലെ ആത്മനിർവൃതിയോടെ അച്ഛനെ കേട്ടിരിക്കുകയായിരുന്നു. ഒരു വികാരിയച്ഛൻ നല്ല കാഴ്ചപ്പാടോടെ ദൈവസ്നേഹത്തിൽ ദൈവവിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ ഇടവകയ്ക്കും അതേപോലെ തന്നെ അവിടെയുള്ള കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം വഴി നടത്തുന്ന വിവിധ മേഖലകളാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ പല ഇടവകകൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ സ്നേഹവും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും ഒക്കെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഷാലോ ടിവിക്കും നിങ്ങളുടെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ എല്ലാ വിജയാശംസകളും. നന്ദി. വൈവിധ്യങ്ങളായ കർമ്മ പരിപാടികളിലൂടെയും ആത്മീയ ഉണർവിലേക്ക് ദൈവജനത്തെ നയിച്ച അച്ഛൻ്റെ ഈ പുണ്യജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാം. അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.